ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൂണിംഗ് ടൂളാണ്. ഒരു നോർമൽ പ്രൈസ് റേഞ്ചിലുള്ള ഒരു പ്രൂണിംഗ് ടൂളാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ആമസോണിൽ. അങ്ങനെ നമുക്ക് കണ്ടു കിട്ടിയതാണ് ഈ ഒരു ബ്രാൻഡ്. പല തരത്തിലുള്ള പല സൈസിലുള്ള അതുപോലെ തന്നെ പല പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രൂണിംഗ് ടൂൾസ് ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർമൽ റേഞ്ചിലുള്ളായിരുന്നു നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ചെറിയ സൈസായിരുന്നു വേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയത്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഹെവി ആയിട്ടുള്ള സ്റ്റെമ്മുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനായിട്ട് അതിനനുസരിച്ച് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ സൈസ് കൂടിയ പ്രൂണിംഗ് ടൂളുകൾ നമുക്ക് മേടിക്കേണ്ടി വരും. നമുക്കിപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്കാണ്, ഈവൺ നമുക്ക് ചെറിയ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് അത് മുളപ്പിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചെറിയ ചെടികളുടെ ഇലകളൊക്കെ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അത്തരം കാര്യങ്ങൾക്കാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഈ ഒരു പീസിന് നമുക്ക് ആമസോണിൽ പ്രൈസ് വന്നത് 140 രൂപയാണ്. ഇത് സിംഗിളായിട്ടും പെയറായിട്ടൊക്കെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്നത് കൊണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ സിംഗിൾ പീസായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. എന്താണ് എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ട്രിം ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതൊക്കെയാണ് ബാക്കിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അവർ സെൻഡ് ചെയ്യുന്ന കളറാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കളറൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ആമസോണിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഇപ്പോൾ വാങ്ങിയ ഈ ഒരു പ്രൈസ് ആയിരിക്കില്ല പിന്നീട്, ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും. ഈ ഒരു ഫ്ലക്ച്വേഷനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയ സമയത്ത് 140 ആയിരുന്നു. പിന്നെ നമുക്കറിയില്ല, കാരണം നമ്മൾ പല സമയത്ത് ഇതുപോലെ കൂടിയും കുറഞ്ഞൊക്കെ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞാണ്, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും പിന്നീട് റീസ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇത് കവറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പ്രൂണിംഗ് ടൂളാണ്. പിന്നെ ഇതിനകത്ത് ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ആ ഒരു ലോക്ക്, അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ആക്കി വെക്കാനും ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ അത് ലോക്ക് ചെയ്യാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഇതിങ്ങനെ ലോക്കായിട്ടിരിക്കുകയാണ്. നമ്മളത് നീക്കുന്ന സമയത്ത് ആ സ്പ്രിങ് വർക്ക് ചെയ്ത് അത് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ആ ഒരു മെറ്റൽ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു പിടുത്തം എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കാണുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഭാഗം, അവിടെ കുറച്ച് വെയിറ്റ് കുറവ് പോലെ തോന്നി. സാധനം സോളിഡാണ്, പക്ഷേ അവിടെ കുറച്ച് വെയിറ്റ് കുറവ്. വെയിറ്റ് നമുക്ക് വരുന്നത് ഫ്രണ്ടിലത്തെ ആ ഒരു മെറ്റൽ ഇതിലേക്കാണ്. അപ്പോൾ കൂടുതലും വെയിറ്റ്, അപ്പോൾ ഈ പ്ലാസ്റ്റിക് തീരെ ആ ഒരു ഭാഗത്ത് വെയിറ്റ് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും കയ്യിൽ പിടിക്കുന്ന സമയത്ത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആ പ്ലാസ്റ്റിക് തീരെ ലോ ക്വാളിറ്റി ഒന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഓക്കെയാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹെവി ആയിട്ടുള്ള യൂസിനൊന്നും അത്ര സ്യൂട്ടബിൾ അല്ല. ലൈറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ചെറിയ ചെറിയ ചെടികളും തണ്ടുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഇത് നമ്മളിങ്ങനെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ആവും, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലാക്ക് സ്വിച്ച് ഫ്രണ്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിൽ ലോക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് അത് ബാക്കിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് പ്രസ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ലോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് നോബ് ഒന്ന് പുറകിലേക്ക് നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെമ്പറും കാര്യങ്ങളൊന്നും കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും അത് അത്ര വലിയ ഹൈ ക്വാളിറ്റി ഒന്നുമല്ല, എങ്കിലും ആ ഒരു പ്രൈസിന് ഓക്കെയാണ്. ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് വില കുറഞ്ഞ ഒരു പ്രൂണിംഗ് ടൂളാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാം. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഗാർഡനിങ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ബിഗിനേഴ്സിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറിയ ചെറിയ ട്രയലുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പ്രൈസ് കൂടിയ പ്രൂണിംഗ് ടൂൾസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനും പരീക്ഷിച്ച് നോക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് ഈ ഒരു പ്രൂണിംഗ് ടൂളൊക്കെ സൂട്ടബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രൊഫഷണൽ ഗ്രേഡിലേക്കൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ഹൈ ക്വാളിറ്റി പ്രൂണിംഗ് ടൂൾസൊക്കെ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കൂടിയ റേഞ്ചിലുള്ള പ്രൂണിംഗ് ടൂൾസൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് വളരെ തിന്നായിട്ടുള്ളൊരു സ്റ്റെമ്മാണ്. അതായത് വളരെ തിന്നായിട്ടുള്ള സ്റ്റെമ്മൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഈ കാണുന്ന സ്റ്റെമ്മ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതായത് ഒറ്റ കട്ടി തന്നെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ, അതായത് ചതയാതെ തന്നെ ഒറ്റ കട്ടിന് തന്നെ അത് സ്ലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് കുറച്ചും കൂടിയും കട്ടി കൂടിയ സ്റ്റെമ്മുകൾ കട്ടാവുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ചും കൂടി കട്ടി കൂടിയ സ്റ്റെമ്മ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പുറത്താണെങ്കിൽ എന്താണെന്ന് അറിയില്ല, നമുക്ക് ഒടുക്കത്തെ കാറ്റാണ് വരുന്നത്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലകളൊക്കെ നമ്മൾ ഇവിടേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഒക്കെ പറന്നു പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത ഒരു തിക്നെസ് നിങ്ങൾക്ക് കാണാം. ഇതിനേക്കാളും കുറച്ചും കൂടിയും കട്ട് കൂടിയ സ്റ്റെമ്മൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രൂണിംഗ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം തിക്നെസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സൊക്കെ നമുക്കറിയാം. ഇതിൽ കൂടുതൽ കുറച്ചും കൂടിയും കട്ടിയുള്ള സ്റ്റെമ്മൊക്കെ നമുക്ക് ഈ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഈ ഒരു തിക്നെസ്സിലുള്ളതാണ്. അത് ഈസി ആയിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മധ്യഭാഗത്ത് വെച്ച് 1-2 സ്ഥലത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫിനിഷിങ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ പ്രൂണിംഗ് ടൂൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലുള്ള കത്രിക കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചതയും. അങ്ങനെ ചതയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്കും ഫിനിഷിങ്ങിൽ, അതായത് ചതയാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ സ്റ്റെമ്മൊക്കെ നമ്മൾ കുഴിച്ചിട്ട് വേര് മുളപ്പിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലൊക്കെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൂള് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, പലതരത്തിലുള്ള സ്റ്റെം കട്ടിങ്സ് പല ആൾക്കാരും വെള്ളത്തിനകത്ത് ഡയറക്റ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് വെച്ച് മുളപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ സ്റ്റെം കട്ടിങ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ടൂള് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കട്ടിങ് കറക്റ്റായിട്ട് തന്നെ നടന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ടായിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സ്ട്രെയിൻ വരികയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കയ്യിലേക്ക് പ്രഷർ വരികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് തന്നെ അത് കട്ടായി പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടിയും കട്ടി കൂടിയ സ്റ്റെമ്മുകൾ നമുക്കിത് ഉപയോഗിച്ച് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. പക്ഷേ വല്ലാതെ വലുപ്പമുള്ളതൊന്നും ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യരുത്. അതിനനുസരിച്ചുള്ള വലിയ സൈസുള്ള പ്രൂണിംഗ് ടൂളുകൾ അല്ലെങ്കിൽ കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന് പ്രൈസ് വന്നത് 140 രൂപയാണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് എനിക്കിത് ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മളിതിൻ്റെ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഗാർഡനറാണ് അല്ലെങ്കിൽ ഗാർഡനിങ് പോലുള്ള പരിപാടികളൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടർ തീർച്ചയായിട്ടും നിങ്ങൾ കൈവശം വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈസി ആയിട്ട് നമുക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഇലകൾ കട്ട് ചെയ്യാനും അതുപോലെ സ്റ്റെമ്മുകളൊക്കെ കട്ട് ചെയ്യാനും നല്ല രീതിയിൽ ചെടികൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല വൃത്തിക്ക് വെക്കാനൊക്കെ ഈ ഒരു കട്ടർ യൂസ്ഫുൾ ആവും. ആമസോണിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഒരു പ്രൂണിംഗ് ടൂളായിട്ട് നമ്മൾ കണ്ടത് ഇതാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടുമുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത റിവ്യൂസും നമ്മൾ കണ്ടു. ഇത് വാങ്ങിയ പല ആൾക്കാരും ക്വാളിറ്റി ഓക്കെ ആണെന്ന് തന്നെയാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. ആ പ്രൈസിനുള്ളതുണ്ട് എന്ന് തന്നെയാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രൊഡക്റ്റിൻ്റെ ആമസോൺ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.